നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എങ്ങനെയും വേൾഡ് കപ്പിന് പൂർണ്ണ ഫിറ്റ് ആവണം, അതാണ് ഹുലിൻ ആൽവാരസിൻ്റെ ശ്രമം. ഹുലിൻ ആൽവാരസ് മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അർജൻറ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹത്തെ വീണ്ടും ട്രെയിനിങ്ങിൽ കാണുന്നില്ല, ഗ്രൂപ്പ് ട്രെയിനിങ്ങിലില്ല. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. താരം PRP ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പറയാൻ നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് തന്നെ ഉപയോഗിച്ച് പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ, ഒരു റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുകയാണ്. ഇത് സ്പോർട്സ് മെഡിസിൻ്റെ ഭാഗമാണ്, സാധാരണ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആങ്കിളിന് പെയിൻ ഉണ്ട്. ചാമ്പ്യൻസ് ലീഗ് മാച്ച് ആഴ്സണലിനെതിരെയുള്ള മത്സരത്തിനിടയ്ക്ക് സംഭവിച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായും ഫിറ്റ് ആവാനുള്ളൊരു ശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം ഈ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് ഇത് അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും, റിക്കവറിക്ക് സാധ്യമാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിനൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് മണിക്കൂറുകൾ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ട്രെയിനിങ് നടത്താതിരുന്നത്. അദ്ദേഹത്തിന് ബാക്കി ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിയുമ്പോൾ ഈസിലി കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ആംഗിൾ ഇഞ്ചുറി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. ഫിസിക്കൽ ഇഷ്യൂസ് ഇപ്പോൾ അർജൻറ്റീൻ ടീമിലെ പല താരങ്ങൾക്കുമുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കപ്പെടുന്ന, അതായത് എത്രയും പെട്ടെന്ന് റിക്കവർ ആവേണ്ടയാൾ എന്ന രൂപത്തിൽ പരിഗണിക്കുന്ന ഒരാളാണ് ഹുലിൻ ആൽവാരസ്. ഇപ്പോൾ അദ്ദേഹത്തെ കംഫർട്ടബിളി ട്രെയിനിങ് നടത്തുന്നതിൽ നിന്ന് ആ വേദന തടയുന്നുണ്ട്. ഏതായാലും താരം ഫിറ്റായി വരും ദിവസങ്ങളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പുറത്തേക്ക് വരുന്നത്, ഹുലിൻ ആൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ട്രീറ്റ്മെൻറ്റിൽ വളരെയധികം നിരാശനാണ്, അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിലെ മത്സരം കളിക്കുന്നതിന് വേണ്ടിയിട്ട് പെയിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹ്യൂജ് എഫേർട്ട് ഇട്ടു. ഇഞ്ചക്ഷൻസും മറ്റുമൊക്കെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം കളിച്ചത്. ഒട്ടും ഫിസിക്കലി കംഫർട്ടബിൾ ആയിരുന്നില്ല. എന്നിട്ട് വേൾഡ് കപ്പിന് അദ്ദേഹം അവിടെ വിടുമ്പോൾ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ അവർ യാത്രയാക്കിയില്ല. ആരും അദ്ദേഹത്തോട് ഗുഡ് ബൈ പറഞ്ഞില്ല. അങ്ങനെയുള്ള നല്ല രൂപത്തിലല്ല യാത്രയാക്കിയത് എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. ഹുലിൻ ആൽവാരസും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും വിശ്വസിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മിസ്ട്രീറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് വരെ അദ്ദേഹത്തെ പിന്നെ ആരും അവിടെ നിന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ ബാഴ്സലോണ മുന്നോട്ടേക്ക് വെച്ചൊരു ഓഫർ ഉണ്ടായിരുന്നല്ലോ ഹുലിൻ ആൽവാരസിനെ കൊണ്ടുപോകാൻ. അത് അത്ലറ്റിക്കോ മാഡ്രിഡ് റിജക്റ്റ് ചെയ്തതിൽ, അല്ലെങ്കിൽ അതിനോട് അവർ റെസ്പോണ്ട് ചെയ്ത രീതിയിൽ ഹുലിൻ ആൽവാരസിന് എതിർപ്പുണ്ട്. ഏതായാലും വേൾഡ് കപ്പ് കഴിയുമ്പോൾ അവിടെ വിട്ടു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് ഫബ്രിസിയോ അടക്കമുള്ളവർ, ഈവൻ ഗാസ്നെഡൂലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഹോണ്ട്രാസിനെതിരെ നാളെ കളിയുണ്ട്, ഫ്രണ്ട്ലി മത്സരമുണ്ട്. ആ കളിക്ക് പല താരങ്ങളും ഫിറ്റല്ല, അതുകൊണ്ട് പലരും കളിക്കില്ല. ഈവൻ ലിയോ മെസ്സി അടക്കം കളിക്കില്ല. അവരുടെ ഒരു പ്രോബിൾ 11 ഇപ്പോൾ TYC സ്പോർട്സ് പുറത്തുവിടുന്നത്, ഗോൾ കീപ്പറായിട്ട് റുള്ളി, ഡിഫൻസിൽ അഗസ്റ്റിൻ ഗിയെ, നിക്കോളാസ് ഓട്ടാമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ടാഗ്ലിയഫിക്കോ. മധുരയിലേക്ക് വരുമ്പോൾ അലക്സിസ് മാക്ലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും റോദ്രിഗോ ഡിബോളും. മുന്നേറ്റത്തിൽ തിയാഗോ അൽമേഡയും ലൗട്രോ മാർട്ടിനസും ഹോസെ മാനുവൽ ലോപ്പസും. ഏതായാലും അർജൻറ്റീന കുറേ താരങ്ങളുടെ പരിക്കിൻ്റെ പ്രശ്നത്തിലാണെങ്കിലും അവർ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും റിക്കവർ ആകും എന്ന പ്രതീക്ഷയിലാണുള്ളത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.